ഏറെ ദൂരം യാത്ര ചെയ്ത് ജയദേവൻ വത്സരാജ്യത്തെത്തി. ചില മാറ്റങ്ങളുണ്ടായിരുന്നുവെങ്കിലും അവിടുത്തെ കാഴ്ചകളെല്ലാം ജയദേവന് സുപരിചിതമായിരുന്നു. ദൂതുമായി വന്ന ജയദേവനെ ഭടന്മാർ രാജാവിൻ്റെ മുന്നിലേക്ക് ആനയിച്ചു. അകലെ നിന്ന് തന്നെ ശ്രുതിമധുരമായ വീണാനാദം ജയദേവൻ കേട്ടു. ആ നാദത്തിൻ്റെ മാസ്മരിക ശക്തിയാൽ ജയദേവൻ വിസ്മയിച്ചു. പക്ഷേ രാജാവിനെ കണ്ടതോടെ അദ്ദേഹത്തിൻ്റെ മുഖം മങ്ങി. മദ്യപിച്ച് മതോന്മത്തനായി ഒരു പറ്റം യുവതികളുടെ കൂടെ ഇരിക്കുകയായിരുന്നു അദ്ദേഹം. വിവരണമായ മുഖത്തോടെ മന്ത്രിമാർ അരികിലുണ്ട്. എന്താണ്? വിവരം പറഞ്ഞോളൂ. മന്ത്രിമാരിൽ ഒരാൾ പറഞ്ഞു. എനിക്ക് ഉദയനകുമാരനോടാണ് സംസാരിക്കാനുള്ളത്. ജയദേവൻ പറഞ്ഞു. കുമാരിയെ സംഗീതം പഠിപ്പിക്കുക എന്ന വിവരം പറയുന്നതിലുപരി വാസവദത്തയുടെ ഛായാചിത്രവും കുമാരനെ കാണിച്ച് അവൻ്റെ മനസ്സിൽ പ്രണയത്തിൻ്റെ വിത്ത് പാകുക എന്നതാണ് ജയദേവൻ്റെ ലക്ഷ്യം. അതിന് മന്ത്രിമാരോട് വിവരം പറഞ്ഞിട്ട് പോയാൽ പോരാ. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. മന്ത്രിമാർ ഉദയനകുമാരനെ വിവരം അറിയിച്ചു. അത് കേട്ട് ദേഷ്യം വന്ന രാജാവ് പല്ലിറുമി. ആ ദൂതൻ ഇത്രയ്ക്കും അഹങ്കാരമോ? അയാളെ ഞാൻ മര്യാദ പഠിപ്പിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വിളിക്കേ. അതോടെ ജയദേവൻ ഉദയനൻ്റെ അരികിലേക്ക് ആനയിക്കപ്പെട്ടു. എന്താണ് പാടലീപുത്രത്തിലെ ദൂതന് പറയാനുള്ളത്? ചണ്ഡമഹാസേനന് വല്ല വിമിഷ്ടവും തോന്നിയോ? അടിയൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഉദയനൻ പുച്ഛത്തോടെ പറഞ്ഞു. ജയദേവൻ ഉദയനനെ കൗതുകത്തോടെ നോക്കി. താൻ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ വച്ച് കണ്ട ആ കുട്ടി തന്നെയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് അയാൾക്ക് വിശ്വസിക്കാൻ പോലുമായില്ല. എന്താടോ ഒന്നും മിണ്ടാത്തത്? വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് വേഗം പോയി നാട് പിടിക്കേ. ഈ സ്ഥലം അത്ര ശരിയല്ല. അവസാനം ഉദയനൻ ദൂതൻ്റെ കൈയും കാലും തല്ലി ഒടിച്ചു എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്, ഉദയനൻ പറഞ്ഞു. ഉദയനൻ്റെ പരിഹാസവും ഭീഷണിയും കേട്ടിട്ടും ജയദേവൻ്റെ മുഖത്തെ ആ ശാന്തതയ്ക്ക് യാതൊരു കോട്ടവും തട്ടിയില്ല. ചുണ്ടിൽ നേരിയൊരു പുഞ്ചിരി മാത്രം വിരിഞ്ഞു. ആ പുഞ്ചിരി ഉദയനനെ കൂടുതൽ ചൊടിപ്പിച്ചു. എന്താടോ ചിരിക്കുന്നത്? എൻ്റെ വാൾത്തലപ്പിനേക്കാളും മൂർച്ച നിന്റെ ചിരിക്കുണ്ടെന്നാണോ വിചാരം? ഒന്ന് നോക്കുന്നോ? ഉദയനൻ ആക്രോശിച്ചു. ജയദേവൻ പതിയെ ഒരടി മുന്നോട്ട് വച്ചു. അല്ല പ്രഭു, ഞാൻ ചിരിച്ചത് അങ്ങയുടെ അജ്ഞത ഓർത്താണ്. ഇങ്ങോട്ട് വന്നപ്പോൾ വിരലുകളിൽ വിസ്മയം ഒളിപ്പിച്ച ഒരു ഗന്ധർവനെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ മദ്യത്തിൽ മയങ്ങി സ്വന്തം മഹത്വം മറന്നു നിൽക്കുന്ന വെറുമൊരു സാധാരണക്കാരനെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അത് കേട്ട ഉദയനൻ ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും ജയദേവൻ തൻ്റെ അരയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന പട്ടുതുണിയിൽ പൊതിഞ്ഞ ആ ചുരുൾ പുറത്തെടുത്തു. ക്ഷമിക്കണം, ചണ്ഡമഹാസേനൻ എന്നോട് ആവശ്യപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും മികച്ച വീണാവിദ്വാനെ കണ്ട് ഈ സമ്മാനം ഏൽപ്പിക്കാനാണ്. പക്ഷേ ഇവിടെ ആരെയും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ മടങ്ങുന്നു. ജയദേവൻ തിരിഞ്ഞു നടക്കാൻ തുനിഞ്ഞതും ഉദയനൻ്റെ ഉള്ളിലെ കലാകാരൻ ഉണർന്നു. നിൽക്കൂ, എന്താണ് കയ്യിൽ? എനിക്കുള്ള സമ്മാനമോ? ഉദയനൻ ചോദിച്ചു. ജയദേവൻ തിരിഞ്ഞു നിന്ന് ആ ചുരുൾ നിവർത്തി. വാസവദത്തയുടെ ജീവസുറ്റ ഛായാചിത്രം ഉദയനൻ്റെ മുന്നിൽ തെളിഞ്ഞു. ആ നിമിഷം കൊട്ടാരത്തളത്തിൽ നിശബ്ദത പടർന്നു. അയാളുടെ കണ്ണുകൾ ആ ചിത്രത്തിൽ നിന്ന് പിൻവലിക്കാൻ കഴിയാത്ത വിധം ഒട്ടി നിന്നുപോയി. ചിത്രത്തിലെ പെൺകുട്ടിയുടെ കണ്ണുകളിലെ തിളക്കവും അധരങ്ങളിലെ നിഗൂഢമായ പുഞ്ചിരിയും ഉദയനൻ്റെ ഹൃദയത്തിൽ അതുവരെയില്ലാത്ത ഒരു മിന്നൽ പിണർ സൃഷ്ടിച്ചു. ഇതാരാണ്? ഉദയനൻ്റെ ശബ്ദം നേർത്തു. അല്പം മുമ്പുണ്ടായിരുന്ന ഗർവ് ആ ശബ്ദത്തിൽ അപ്പോഴില്ലായിരുന്നു. പാടലീപുത്രത്തെ രാജകുമാരി വാസവദത്ത, വീണാനാദത്തെ ജീവശ്വാസം പോലെ സ്നേഹിക്കുന്നവൾ. അവളെ പഠിപ്പിക്കാൻ യോഗ്യനായ ഒരു ഗുരുവിനെ തേടിയാണ് ഞാൻ വന്നത്. സാക്ഷാൽ ഉദയനന് മാത്രമേ അതിന് കഴിയൂ എന്ന് ചണ്ഡമഹാസേനൻ വിശ്വസിക്കുന്നു. പക്ഷേ ജയദേവൻ നിർത്തി. പക്ഷേ ഉദയനൻ ആകാംക്ഷയോടെ തിരക്കി. മദ്യത്തിനും വേശ്യാസ്ത്രീകൾക്കും അടിമയായ ഒരാൾക്ക് ആ ദിവ്യമായ മുഖത്ത് നോക്കി സംഗീതം പഠിപ്പിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല. ജയദേവൻ തന്ത്രപൂർവ്വം ഒരു വിദ്യ പ്രയോഗിച്ചു നോക്കി. ഉദയനൻ വേഗത്തിൽ വന്ന് ജയദേവൻ്റെ കയ്യിൽ നിന്നും ആ ചിത്രം വാങ്ങി. അയാളുടെ വിരലുകൾ ആ ചിത്രത്തിലൂടെ ഒഴുകി നടന്നു. ജയദേവൻ സംതൃപ്തിയോടെ തലകുനിച്ചു. തൻ്റെ ലക്ഷ്യം വിജയിച്ചിരിക്കുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. ഉദയനൻ്റെ മനസ്സിൽ പ്രണയത്തിൻ്റെ വിത്ത് പാകിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് വളർന്ന് പാടലീപുത്രത്തിലേക്കുള്ള വഴിയാകുമെന്ന് ജയദേവൻ ഉറപ്പായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഉദയനൻ്റെ മനസ്സിൽ വിവിധതരം വികാരങ്ങൾ മിന്നിമറഞ്ഞു. കുലത്തിനും സൗന്ദര്യത്തിനും ഇണങ്ങുന്ന ഒരു വധുവിനെ എങ്ങും കാണുന്നില്ല. വാസവദത്ത എന്ന രാജകുമാരി സുന്ദരിയാണ്. അവളെ കാണാനുള്ള അവസരവും വന്നിരിക്കുന്നു. പക്ഷേ ചണ്ഡമഹാസേനൻ ചിന്തിച്ച വഴി ശരിയാണോ? സംഗീതം പഠിപ്പിക്കാനാണോ തന്നെ അങ്ങോട്ട് വിളിക്കേണ്ടത്? അവളെ വിധിപ്രകാരം എനിക്ക് തരാൻ ആഗ്രഹമുണ്ടെന്ന് നേരിട്ട് വന്ന് പറയുകയല്ലേ വേണ്ടത്? ഇതയാളുടെ അഹങ്കാരമാണ്, അദ്ദേഹം ചിന്തിച്ചു. ഉദയനൻ തൻ്റെ മന്ത്രിയായ യൗഗന്ധരായണനോട് സ്വകാര്യമായി പറഞ്ഞു. ആ രാജാവ് എന്തിനാണ് ഇങ്ങനെയൊരു അഹങ്കാരം നിറഞ്ഞ സന്ദേശം അയച്ചത്? എന്തായിരിക്കും ആ ദുഷ്ടൻ്റെ ഉദ്ദേശം? അത് കേട്ടപ്പോൾ രാജാവിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന കർക്കശക്കാരനായ മന്ത്രി യൗഗന്ധരായണൻ മറുപടി പറഞ്ഞു. രാജാവേ, അങ്ങയുടെ ദുശീലങ്ങൾ ഒരു വള്ളിപ്പടർപ്പ് പോലെ വളർന്നിരിക്കുന്നു. അതിൻ്റെ കൈപ്പേറിയ ഫലമാണിത്.
അങ്ങ് ഇന്ദ്രിയ സുഖങ്ങൾക്ക് അടിമയാണെന്ന് കരുതി തൻ്റെ സുന്ദരിയായ മകളെ ഉപയോഗിച്ച് അങ്ങയെ കെണിയിൽ വീഴ്ത്തി തടവിലാക്കാനാണ് ചണ്ഡമഹാസേനൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് രാജാക്കന്മാർക്ക് ചേരാത്ത ഇത്തരം ദുശീലങ്ങൾ ഉപേക്ഷിക്കുക. കുഴിയിൽ വീണ ആനകളെപ്പോലെ ദുശീലങ്ങൾക്ക് അടിമപ്പെടുന്ന രാജാക്കന്മാരെ ശത്രുക്കൾക്ക് എളുപ്പത്തിൽ പിടികൂടാൻ പറ്റും. മന്ത്രിയുടെ ഉപദേശം കേട്ട നിശ്ചയദാർഢ്യമുള്ള ഉദയനൻ ചണ്ഡമഹാസേനന് ഇപ്രകാരം ഒരു മറുപടി എഴുതി: നിന്റെ മകൾക്ക് എൻ്റെ ശിഷ്യയാകണമെന്നുണ്ടെങ്കിൽ അവളെ ഇങ്ങോട്ടയക്കുക. രാജാവിൻ്റെ കുറിപ്പ് വായിച്ച ജയദേവൻ മെല്ലെ പുഞ്ചിരിച്ചു. അങ്ങയുടെ ആഗ്രഹം പോലെ ഞാനിത് രാജാവിനെ അറിയിക്കാം. വിടവാങ്ങട്ടെ. ഇത്രയും പറഞ്ഞിട്ട് ജയദേവൻ അവിടെ നിന്നും മടങ്ങി. ഇതേ സമയം ഉദയനൻ മന്ത്രിമാരോട് പറഞ്ഞു: ഞാൻ പട നയിച്ച് ചെന്ന് ആ ചണ്ഡമഹാസേനനെ പിടിച്ചുകെട്ടിക്കൊണ്ടുവരാം. അഹങ്കാരിയായ അയാൾക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. ഇത് കേട്ട യൗഗന്ധരായണൻ പറഞ്ഞു: പ്രഭോ, അതുചിതമായ കാര്യമല്ല. അതങ്ങേക്ക് സാധിക്കുന്നതുമല്ല. ചണ്ഡമഹാസേനൻ അതിശക്തനായ രാജാവാണ്. അതിന് തെളിവായി അദ്ദേഹത്തിൻ്റെ ചരിത്രം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. ചണ്ഡമഹാസേനന് ഇന്ദ്രൻ തൻ്റെ വാൾ കൊടുത്ത കഥ യൗഗന്ധരായണൻ ഉദയനന് പറഞ്ഞു കൊടുത്തു. കഥ കേട്ട് ഉദയനൻ വിസ്മയപ്പെട്ടുപോയി. യൗഗന്ധരായണൻ തുടർന്നു പറഞ്ഞു: അദ്ദേഹത്തിൻ്റെ മകളായ ആ വാസവദത്ത ഇപ്പോഴും അവിവാഹിതയായി പിതാവിൻ്റെ കൊട്ടാരത്തിലുണ്ട്. അങ്ങ് തീർച്ചയായും സുന്ദരിയായ വാസവദത്തയെ വിവാഹം കഴിക്കണം. പക്ഷേ ചണ്ഡമഹാസേനനെ വിശ്വസിക്കാനാവില്ല. അതിനു മുന്നേ അയാളുടെ ലക്ഷ്യം കണ്ടെത്തണം. മന്ത്രി പറഞ്ഞ കഥ കേട്ടപ്പോൾ തന്നെ ഉദയന രാജാവിൻ്റെ മനസ്സ് വാസവദത്തയിൽ അനുരക്തമായി. അതിനിടയിൽ ചണ്ഡമഹാസേനൻ്റെ ദൂതനായ ജയദേവൻ പാടലീപുത്രത്തിൽ തിരികെ എത്തി. ഉദയനൻ്റെ മറുപടി കേട്ടപ്പോൾ ചണ്ഡമഹാസേനൻ വിക്രമാദിത്യനോട് ചോദിച്ചു: വീരഭദ്ര, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നാലും. അഹങ്കാരിയായ വത്സരാജാവ് ഇങ്ങോട്ട് വരില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. എൻ്റെ മകളെ അങ്ങോട്ട് അയക്കുന്നത് എനിക്ക് അപമാനകരവുമാണ്. ഒരിക്കലും എനിക്ക് അവൻ്റെ മുന്നിൽ താഴാൻ കഴിയില്ല. ഇത് കേട്ട് വിക്രമാദിത്യൻ ഒരു നിമിഷം ചിന്തിച്ചു. അതിനുശേഷം പറഞ്ഞു: അനുനയത്തിൻ്റെ സമയം കഴിഞ്ഞു. ഇനി ബലമായി അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരണം. വിക്രമാദിത്യൻ പറഞ്ഞത് കേട്ട് ചണ്ഡമഹാസേനൻ നെറ്റി ചുളിച്ചു. ഉദയൻ എന്നെ പിടിച്ചുകൊണ്ടുവരണമെന്നോ? എന്തൊക്കെയാ വീരഭദ്ര നിങ്ങൾ പറയുന്നത്? അത് നടക്കുമോ? അവിടെ പോയി അയാളെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുന്നത് നടപ്പുള്ള കാര്യമല്ല. തന്ത്രപൂർവ്വം വേണം അത് ചെയ്യാൻ. എല്ലാവരുമായി കൂടിയാലോചിച്ച് ഒരു തന്ത്രം മെനയുക. മതയാനകളെ വീണാനാദത്താൽ മയക്കുന്ന ആളല്ലേ കുമാരൻ. അയാളെ വീഴ്ത്താൻ അതേ കെണി പ്രയോഗിച്ചുകൂടെ? അത് കേട്ടതോടെ രാജാവ് മന്ത്രിമാരെ വിളിപ്പിച്ചു. അവരുമായി കൂടിയാലോചിച്ച് ഉറപ്പിച്ച ശേഷം രാജാവ് ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം ഭീമാകാരമായ ഒരു കൃത്രിമ ആനയെ ഉണ്ടാക്കി. അതിനുള്ളിൽ യോദ്ധാക്കളെ ഒളിപ്പിച്ചു നിർത്തിയ ശേഷം അതിനെ വിന്ധ്യാവനത്തിൽ കൊണ്ടുവിട്ടു. ആനകളെ പിടിക്കുന്നതിൽ അതീവ ഭ്രമമുണ്ടായിരുന്ന ഉദയനൻ്റെ ചാരന്മാർ ദൂരെ നിന്ന് ആ ആനയെ കണ്ടു. അവർ വേഗത്തിൽ രാജാവിൻ്റെ അടുത്തെത്തി ഇപ്രകാരം പറഞ്ഞു: പ്രഭോ, വിന്ധ്യാവനത്തിൽ സമാനതകളില്ലാത്ത ഒരൊറ്റയാന ഞങ്ങൾ കണ്ടു. വിന്ധ്യപർവ്വതത്തിലെ ഒരു കൊടുമുടി നടന്നു നീങ്ങുന്നത് പോലെ ഉണ്ടായിരുന്നു കാണാൻ. ഇത് കേട്ട് സന്തോഷിച്ച രാജാവ് അവർക്ക് പാരിതോഷികങ്ങൾ നൽകി. ആ രാത്രി രാജാവ് ചിന്തിച്ചു: ചണ്ഡമഹാസേനൻ്റെ ആനയാണ് നടാഗിരി. പറഞ്ഞു കേട്ടത് വെച്ച് നോക്കുമ്പോൾ ഈ ആന നടാഗിരിക്ക് ഒത്ത എതിരാളിയായിരിക്കും. ആ ആനയെ കിട്ടുകയാണെങ്കിൽ ചണ്ഡമഹാസേനൻ വരുതിയിലാവും. അവൻ മകളായ വാസവദത്തയെ എനിക്ക് തരും. അങ്ങനെ ആനയെ പിടിക്കാനുള്ള ആവേശത്തിൽ ജ്യോതിഷികളുടെ മുന്നറിയിപ്പുകളോ മന്ത്രിമാരുടെ ഉപദേശങ്ങളോ വകവയ്ക്കാതെ പിറ്റേന്ന് രാവിലെ തന്നെ രാജാവ് വിന്ധ്യാവനത്തിലേക്ക് പുറപ്പെട്ടു. കന്യകയെ ലഭിക്കുമെങ്കിലും തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നായിരുന്നു ജ്യോതിഷികൾ ഗ്രഹനില നോക്കി പറഞ്ഞിരുന്നത്. വിന്ധ്യാവനത്തിലെത്തിയ രാജാവ് ആനയെ ഭയപ്പെടുത്താതിരിക്കാൻ സൈന്യത്തെ ദൂരെ നിർത്തി. തൻ്റെ ആസക്തി പോലെ തന്നെ അതിരുകളില്ലാത്ത ആ വനത്തിലേക്ക് കയ്യിൽ വീണയുമായി ചാരന്മാർക്കൊപ്പം അദ്ദേഹം പ്രവേശിച്ചു. വിന്ധ്യപർവ്വതത്തിൻ്റെ തെക്കേ ചെരുവിൽ യഥാർത്ഥ ആനയെപ്പോലെ തോന്നിക്കുന്ന ആ കൃത്രിമ ആനയെ അദ്ദേഹം കണ്ടു. വീണമീട്ടി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് അതിനെ എങ്ങനെ മെരുക്കാമെന്ന് ചിന്തിച്ച് അദ്ദേഹം മെല്ലെ അതിനടുത്തേക്ക് നീങ്ങി. സംഗീതത്തിൽ മുഴുകിയിരുന്നത് കൊണ്ടും സന്ധ്യ മയങ്ങിയത് കൊണ്ടും അത് കൃത്രിമ ആനയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ആ യന്ത്ര ആനയാകട്ടെ സംഗീതം ആസ്വദിക്കുന്നത് പോലെ ചെവികൾ ആട്ടിക്കൊണ്ട് അത് രാജാവിനെ വനത്തിനുള്ളിലേക്ക് സൈന്യത്തിൽ നിന്ന് വളരെ ദൂരെ എത്തിച്ചു. പെട്ടെന്ന് ആനയ്ക്കുള്ളിൽ നിന്നും വിക്രമാദിത്യനും ഒപ്പം ആയുധധാരികളായ പടയാളികളും പുറത്തു ചാടി. അവർ ഉദയനനെ വളഞ്ഞു. ചതി മനസ്സിലാക്കിയ രാജാവ് തൻ്റെ കത്തി ഊരിയെങ്കിലും പിന്നിൽ നിന്ന് വന്നവർ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം മറ്റു സൈനികരും അവിടേക്ക് എത്തുകയും അവനെ ബന്ധനസ്ഥനാക്കി ചണ്ഡമഹാസേനന്റെ മുന്നിൽ എത്തിക്കുകയും ചെയ്തു. വഴിയിലൂടെ കൊണ്ടുപോകുമ്പോൾ ചന്ദ്രനെപ്പോലെ അഴകുള്ള വത്സരാജാവിനെ പാടലീപുത്രത്തിലെ ജനങ്ങൾ കൗതുകത്തോടെ നോക്കി. അദ്ദേഹത്തെ വധിക്കാൻ പോവുകയാണെന്ന് കരുതി അദ്ദേഹത്തോടുള്ള സ്നേഹം കാരണം ജനങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വരെ ഒരുങ്ങി. എന്നാൽ താൻ ഉദയനനെ കൊല്ലാനല്ല, മറിച്ച് സ്വന്തമാക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ചണ്ഡമഹാസേനൻ ജനങ്ങളെ ശാന്തരാക്കി. അദ്ദേഹം തൻ്റെ മകളായ വാസവദത്തെ സംഗീതം പഠിപ്പിക്കാനായി ഉദയനനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു: രാജകുമാര, ഇവളെ സംഗീതം പഠിപ്പിച്ചാലും അങ്ങനെ ചെയ്താൽ അങ്ങയുടെ ഈ വരവ് ശുഭകരമായി പര്യവസാനിക്കും.
സുന്ദരിയായ ആ രാജകുമാരിയെ കണ്ടപ്പോൾ ഉദയനന്റെ മനസ്സ് പ്രണയത്താൽ നിറയുകയും കോപം അലിഞ്ഞില്ലാതാവുകയും ചെയ്തു. അവളുടെ മനസ്സും അവനിലേക്ക് അടുത്തു. ലജ്ജ കൊണ്ട് അവൾ നോട്ടം മാറ്റിയെങ്കിലും മനസ്സ് മാറ്റിയില്ല. അങ്ങനെ ഉദയനൻ കൊട്ടാരത്തിലെ സംഗീതശാലയിൽ വാസവദത്തയെ പാട്ട് പഠിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞു. മടിയിൽ വീണയും കണ്ഠത്തിൽ സംഗീതവും മുന്നിൽ പ്രിയതമയുമായി അദ്ദേഹം സമയം ചിലവഴിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈകാലുകളിൽ ചെങ്ങലയുണ്ടായിരുന്നു. വാസവദത്ത തടവുകാരനായ അദ്ദേഹത്തെ വിട്ടുപോകാതെ പരിചരിച്ചു. വിശ്വസ്തനായി മാറിയ വിക്രമാദിത്യനെ വാസവദത്തയുടെ സംരക്ഷകനായി നിയമിച്ചിരുന്നു. അതിനാൽ എപ്പോഴും ഉദയനൻ്റെയും വാസവദത്തയുടെയും ഒപ്പം അദ്ദേഹവും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടവർ കൗശാംബിയിൽ തിരിച്ചെത്തി. രാജാവ് തടവിലായ വിവരം അവർ മന്ത്രിമാരെ അറിയിച്ചു. കോപിഷ്ഠരായ ജനങ്ങൾ പാടലീപുത്രം ആക്രമിച്ച് കീഴടക്കണമെന്ന വാദത്തോടെ കൊട്ടാരത്തിലേക്ക് വന്നു. എന്നാൽ മന്ത്രി രൂമണ്ണുവാൻ അവരെ തടഞ്ഞു. ചണ്ഡമഹാസേനൻ ശക്തനാണ്. യുദ്ധം ചെയ്താൽ അത് നമ്മുടെ രാജാവിൻ്റെ ജീവന് തന്നെ ഭീഷണിയാവും. അതിനാൽ ബുദ്ധി ഉപയോഗിച്ച് വേണം രാജാവിനെ രക്ഷിക്കാൻ, അയാൾ പറഞ്ഞു. ഇത് കേട്ട് ബുദ്ധിമാനായ യൗഗന്ധരായണൻ രൂമണ്ണുവാനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ നിന്ന് രാജ്യം സംരക്ഷിക്കണം. ഞാൻ വസന്തകനെയും കൂട്ടി പാടലീപുത്രത്തിലേക്ക് പോയി എൻ്റെ ബുദ്ധിശക്തിയാൽ രാജാവിനെ രക്ഷിച്ചു കൊണ്ടുവരാം. പെരുമഴയത്ത് മിന്നൽ എന്ന പോലെ ആപത്തിൽ എൻ്റെ ബുദ്ധി തിളങ്ങും. കൂട്ടുപൊളിക്കാനും ചങ്ങലകൾ തകർക്കാനും അദൃശ്യനാകാനുമുള്ള മന്ത്രവിദ്യകൾ എനിക്കറിയാം. ഇത്രയും പറഞ്ഞ് യൗഗന്ധരായണൻ വസന്തകൻ എന്ന സഹായിയെയും കൂട്ടി യാത്ര തിരിച്ചു. ഉദയനൻ്റെ വലങ്കൈയായിരുന്നു വസന്തകൻ എന്ന വിദൂഷകൻ. രാജാവിനെ അയാൾ ഏറെ സ്നേഹിച്ചിരുന്നു. അതിനാൽ മന്ത്രിയോടൊപ്പം പോകാൻ വസന്തകന് തെല്ലും മടിയുണ്ടായിരുന്നില്ല. വിന്ധ്യാവനത്തിലെ പുലിന്തക രാജാവിൻ്റെ സഹായം ഉറപ്പാക്കിയ ശേഷം അവർ പാടലീപുത്രത്തിലെ മഹാകാല ക്ഷേത്രത്തിനടുത്തുള്ള ശ്മശാനത്തിലെത്തി. അവിടെ ശവന്തീനികളായ വേതാളങ്ങൾക്കിടയിൽ വെച്ച് യോഗേശ്വരൻ എന്നൊരു ബ്രഹ്മരക്ഷസ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി. ആ രക്ഷസിൻ്റെ സഹായത്തോടെ തൻ്റെ മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് യൗഗന്ധരായണൻ രൂപം മാറി. കൂനുള്ള വിരൂപനായ ഒരു ഭ്രാന്തനായി അദ്ദേഹം മാറി. വസന്തകനാകട്ടെ വലിയ വയറും ഉന്തി നിൽക്കുന്ന പല്ലുകളുമുള്ള വികൃതരൂപിയായി മാറി. അവർ നഗരത്തിൽ പ്രവേശിച്ചു. പാട്ടുപാടിയും ആടിയും നടന്ന ആ ഭ്രാന്തനെ കുട്ടികളും സ്ത്രീകളും കൗതുകത്തോടെ നോക്കി. വിവരമറിഞ്ഞ വാസവദത്ത ഒരു തമാശയ്ക്കായി അവനെ സംഗീതശാലയിലേക്ക് വരുത്തിച്ചു. അവിടെ ചെങ്ങലയിൽ ബന്ധിതനായ തൻ്റെ രാജാവിനെ കണ്ടപ്പോൾ ഭ്രാന്തവേഷത്തിലായിരുന്ന യൗഗന്ധരായണൻ്റെ കണ്ണ് നിറഞ്ഞു. യൗഗന്ധരായണൻ ഉദയനന് അതീവ രഹസ്യമായ ഒരു സന്ദേശം കൈമാറി. ആ വേഷപ്രച്ഛന്നനായ ഭ്രാന്തൻ മറ്റാരുമല്ല, തൻ്റെ വിശ്വസ്തനായ മന്ത്രിയാണ് എന്ന് രാജാവ് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. നിമിഷ നേരം കൊണ്ട് തൻ്റെ മാന്ത്രിക ശക്തിയാൽ യൗഗന്ധരായണൻ വാസവദത്തയ്ക്കും തോഴിമാർക്കും അദൃശ്യനായി. രാജാവിൻ്റെ കണ്ണുകൾക്ക് മാത്രമേ അദ്ദേഹത്തെ കാണാൻ സാധിച്ചുള്ളൂ. ഭ്രാന്തനെ പെട്ടെന്ന് കാണാതായപ്പോൾ എല്ലാവരും അമ്പരന്നു. ഇത് മന്ത്രിയുടെ മായയാണെന്ന് മനസ്സിലാക്കിയ രാജാവ് വാസവദത്തയോട് പറഞ്ഞു, ദേവി, സരസ്വതി പൂജയ്ക്കുള്ള സാധനങ്ങൾ വേഗം കൊണ്ടുവരൂ. അവൾ പോയ തക്കം നോക്കി തടവറയിലെ ചെങ്ങലകൾ പൊട്ടിക്കാനുള്ള മന്ത്രങ്ങളും വാസവദത്തയുടെ മനം കവരാനുള്ള വശീകരണ മന്ത്രങ്ങളും യൗഗന്ധരായണൻ രാജാവിന് ഉപദേശിച്ചു കൊടുത്തു. വസന്തകൻ പുറത്തുണ്ട്, അവനെ അകത്തേക്ക് വിളിക്കണം. ഇത്രയും പറഞ്ഞ് മന്ത്രി അദൃശ്യനായി തന്നെ പുറത്തേക്ക് പോയി. വാസവദത്ത പൂജാദ്രവ്യങ്ങളുമായി തിരിച്ചെത്തിയപ്പോൾ ഉദയനൻ പറഞ്ഞു, ദേവി, വാതിൽക്കൽ ഒരു ബ്രാഹ്മണൻ നിൽപ്പുണ്ട്. സരസ്വതി പൂജയ്ക്ക് സാക്ഷിയാവാൻ അവനെ കൂടി വിളിച്ചാലും. അങ്ങനെ വികൃതമായ രൂപത്തിൽ വസന്തകനകത്തേക്ക് വന്നു. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട രാജാവിൻ്റെ ദയനീയ അവസ്ഥ കണ്ട് വസന്തകന് സങ്കടം സഹിക്കാനായില്ല. അവൻ വിതുമ്പിപ്പോയി. രഹസ്യം പുറത്താവാതിരിക്കാൻ രാജാവ് സമയോചിതമായി ഇടപെട്ടു. ഹേയ് ബ്രാഹ്മണ, കരയണ്ട. നിന്റെ ഈ വൈരൂപ്യം കണ്ട് നീ ദുഃഖിക്കേണ്ടതില്ല. അത് ഞാൻ മാറ്റിത്തരാം. രാജാവിൻ്റെ സൂചന മനസ്സിലാക്കിയ വസന്തകൻ സങ്കടം മറച്ചുവെച്ച് ചിരിച്ചു. ആ ചിരിയിൽ അവൻ്റെ മുഖം കൂടുതൽ വികൃതമായി. അത് കണ്ട വാസവദത്ത കൗതുകത്തോടെ ചോദിച്ചു, അല്ലയോ ബ്രാഹ്മണ, അങ്ങേക്ക് എന്തെങ്കിലും പ്രത്യേക കഴിവുകളുണ്ടോ? ഞങ്ങൾക്ക് കാണാവുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പ്രകടിപ്പിക്കാം. രാജാവിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനുള്ള സമ്മാനങ്ങൾ തരാം, അവൾ പറഞ്ഞു. രാജകുമാരി, കഥ പറയുന്നതിൽ എന്നെ കഴിഞ്ഞേ മറ്റൊരാളുള്ളൂ, വസന്തകൻ മറുപടി പറഞ്ഞു. എങ്കിൽ രസകരമായൊരു കഥ കേൾക്കട്ടെ, അവൾ ആവശ്യപ്പെട്ടു. രാജകുമാരിയെ രസിപ്പിക്കാനും വരാനിരിക്കുന്ന രാജകുമാരൻ്റെ രക്ഷപ്പെടലിന് സമയമൊരുക്കാനുമായി വസന്തകൻ മനോഹരമായൊരു കഥ പറയാൻ തുടങ്ങി. വിക്രമാദിത്യ മഹാരാജാവും വാസവദത്തയും ഉദയനകുമാരനും കൗതുകത്തോടെ അത് കേട്ടിരുന്നു.